വെറ്ററിനറിയൻ എന്ന നിലയിൽ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എപ്പോഴും കിട്ടാറ് വാക്സിനേഷനെ കുറിച്ചാണ്. ഏതൊക്കെ വാക്സിനേഷനാണ് എടുക്കേണ്ടത്, റാബീസ് വാക്സിനേഷൻ മാത്രം മതിയാവോ, പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഓൾറെഡി വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള നായകൾക്ക് എടുക്കണോ, അങ്ങനെ വാക്സിനേഷൻ്റെ കീഴിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്ററിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്ററിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. വാക്സിനേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തതാണ്, എന്തിനാണ് ഏതിനാണ് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. എന്നാലും വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട വാക്സിൻ റാബീസ് അല്ല. ആദ്യം എടുക്കേണ്ട വാക്സിൻ 6 മുതൽ 8 ആഴ്ചേൻ്റെ ഉള്ളിൽ മൾട്ടി കമ്പണൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്സിനാണ്. മൾട്ടി കമ്പണൻറ്റ് വാക്സിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പാർവോ വൈറസ്, കെനൈൻ ഡിസ്റ്റംബർ, എഡിനോ വൈറസ്, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഡിസീസസിനെതിരെയുള്ള വാക്സിനാണ്. ഇതിനുള്ളിൽ തന്നെ ലെപ്റ്റോസ്പൈറൈൻ്റെ 2-3 സ്ട്രെയിനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ലെപ്റ്റോസ്പൈറേനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 അസുഖങ്ങളാണ് പറയാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനി ട്രീറ്റബിൾ ആണ്. ബാക്കി 3 വന്നു കഴിയുന്നുണ്ട് വെച്ചാൽ യാതൊരു പ്രതിവിധിയും ഇല്ല, ജസ്റ്റ് സപ്പോർട്ടീവ് കെയർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം റാബീസ് വാക്സിൻ ശരിക്കും 8 ആഴ്ച എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. വാക്സിനേഷൻ ഷെഡ്യൂൾ റിവൈസ് ചെയ്ത പ്രകാരം ഇപ്പോൾ 12 ആഴ്ചയിലാണ് റാബീസ് വാക്സിനേഷൻ ഫസ്റ്റ് എടുക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള നായക്കുഞ്ഞുങ്ങൾക്കാണ് പറയണത്. ഇനി പുറത്തുനിന്ന് നിങ്ങളൊരു നായക്കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തെരുവിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുകയാണ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എടുക്കേണ്ട വാക്സിൻ റാബീസ് ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നായയുടെ സുരക്ഷേനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം റാബീസ് വാക്സിനേഷൻ എടുക്കുക, അതിനുശേഷം മൾട്ടി കമ്പണൻറ്റ് വാക്സിനേഷൻ എടുക്കുക. 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം 1 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ വാക്സിനേഷൻ കൂടെ എടുക്കണം. ആദ്യം ഒരു വാക്സിനേഷൻ എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് വാക്സിൻ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയ്ക്ക് നമ്മൾ ഓൾറെഡി മൾട്ടി കമ്പണൻറ്റ് വാക്സിനേഷൻ അല്ലെങ്കിൽ റാബീസ് വാക്സിനേഷൻ എടുത്താണെങ്കിൽ അവരുടെ പാല് കുടിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളിലേക്ക് മെറ്റേണൽ ആൻറ്റിബോഡി പാസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, മുലപ്പാൽ വഴി ഒരുപാട് ആൻറ്റിബോഡീസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടെന്ന്. പുറത്തുനിന്ന് നമ്മൾ എടുത്തു വളർത്തുന്ന നായകളാണെങ്കിലും ചിലപ്പോൾ ഇവരുടെ അമ്മമാർ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ഈ അസുഖങ്ങളുടെയൊക്കെ ചെറിയ തോതിൽ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവർക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള നായകളാണെങ്കിൽ ആ ആൻറ്റിബോഡി ചെറിയ തോതിൽ അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ 6 ആഴ്ചയിലൊക്കെ വാക്സിനേഷൻ തുടങ്ങുന്ന സമയത്ത് ആ വാക്സിന് ഈ ആൻറ്റിബോഡികളെ അറ്റാക്ക് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ടാണ് 1 മാസത്തിന് ശേഷം വീണ്ടും ബൂസ്റ്റർ വാക്സിനേഷൻ എടുക്കേണ്ടി വരുന്നത്. ഇത് പറയുന്ന സമയത്ത് പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ 6 മാസം ആയിട്ട് വാക്സിൻ എടുത്താൽ പോരെ, അപ്പോൾ പിന്നെ ബൂസ്റ്റർ വാക്സിനേഷൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആൻറ്റിബോഡീസ് ശരിയായ രീതിയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ അസുഖങ്ങളൊക്കെ പാർവോ, കെനൈൻ ഡിസ്റ്റംബർ ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയം അല്ലെങ്കിൽ സിവിയർ ആയിട്ട് വരാനുള്ള ചാൻസ് 3 മാസം വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കുന്നതിന് പകരം ആദ്യം ഈ വാക്സിൻ ചെയ്തിട്ട് ബൂസ്റ്റർ വാക്സിനേഷൻ സജസ്റ്റ് ചെയ്യണത്. പിന്നെ എല്ലാ വർഷവും ബൂസ്റ്റർ വാക്സിനേഷൻ എടുക്കണം. ഇനി ഈ ബൂസ്റ്റർ വാക്സിനേഷൻ എല്ലാ വർഷവും എടുക്കണത് മറ്റൊരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി വാക്സിൻ ചെയ്തു, പിന്നെ ബൂസ്റ്റർ വാക്സിൻ ചെയ്തു, പിന്നെ എന്തിനാ എല്ലാ വർഷവും എടുക്കണേ എന്നുള്ളത്. അമേരിക്കൻ വെറ്ററിനറി മെഡിസിൻ അസോസിയേഷനൊക്കെ സജസ്റ്റ് ചെയ്യണത്, വാക്സിനേഷൻ പ്രോപ്പറാണ് ഫസ്റ്റ് ഇയറിലെങ്കിൽ 3 വർഷത്തിന് ശേഷം ബൂസ്റ്റർ വാക്സിനേഷൻ ചെയ്താൽ മതി എന്നാണ്. ഇപ്പോൾ റാബീസ് വാക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം റാബീസ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml ഈ ആൻറ്റിബോഡി ടൈറ്റർ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് റാബീസിനെ ചെറുക്കാൻ പറ്റും. സാധാരണ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് 1 to 1.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml ടൈറ്റർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇൻ കേസ് ഈ ടൈറ്റർ ഇല്ലെങ്കിൽ, ബ്രീഡ് അനുസരിച്ച്, പ്രായം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ മൃഗത്തിനുള്ള പ്രതിരോധ ശേഷിക്കനുസരിച്ച് ഈ ടൈറ്ററിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml ടൈറ്റർ ഉണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഈ വാക്സിനെ വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. സോ അപ്പോൾ നമ്മൾ സേഫ് സൈഡിൽ എല്ലാ വർഷവും ബൂസ്റ്റർ വാക്സിനേഷൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ഇതുവരെ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നത്, അല്ലെങ്കിൽ സാധാരണയായി കേൾക്കാറുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വാക്സിനേഷൻ ഷെഡ്യൂളും കറക്റ്റായി ഫോളോ ചെയ്യാറുണ്ട്, എല്ലാ വർഷവും ആനുവൽ ബൂസ്റ്റേഴ്സ് എടുക്കാറുണ്ട്, ഇത്രയും വാക്സിനേഷൻ ചെയ്തിട്ടും എന്തിനാണ് വീണ്ടും മറ്റൊരു നായ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ സജസ്റ്റ് ചെയ്യണേന്നാണ്, അല്ലെങ്കിൽ എടുക്കണം എന്ന് നിർബന്ധം പിടിക്കണത് എന്തിനാണെന്നാണ്. ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആനിമലിനെ 10 ദിവസത്തേക്ക് നിരീക്ഷിച്ചതിന് ശേഷം വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഒന്നും തന്നെ കൊടുക്കണ്ട എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷേ നമ്മൾ ഈ വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടും എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ ടൈറ്റർ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ഐഡിയൽ സിറ്റുവേഷന് കോട്ടം തട്ടും. സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖമാണ് റാബീസ്. സോ അതുകൊണ്ട് വീണ്ടും നമ്മളൊരു റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഈ ഐഡിയൽ കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആനുവൽ ബൂസ്റ്റർ വാക്സിനേഷനൊക്കെ എല്ലാ വർഷവും എടുക്കുന്ന നായകളാണെങ്കിൽ അവസാനത്തെ വാക്സിനേഷൻ, അതായത് 28ാമത്തെ ദിവസത്തെ വാക്സിനേഷൻ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മൾട്ടി കമ്പണൻറ്റ് വാക്സിനേഷൻ നിങ്ങൾ നിങ്ങളുടെ നായയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഈ മൾട്ടി കമ്പണൻറ്റ് വാക്സിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 പ്രധാന അസുഖങ്ങൾ മനുഷ്യരിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പെറ്റിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാണ്ടിരിക്കുകയോ ചെയ്യാം. ഒരു വെറ്റ് എന്ന നിലയിൽ ഞാൻ എടുക്കണം എന്ന് തന്നെയാണ് പറയാറ്, പക്ഷേ ഇറ്റ്സ് അപ് ടു യു. ഒരു പെറ്റ് ഓണർ എന്ന നിലയിൽ റാബീസ് വാക്സിനേഷൻ എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. ഡോഗ് ലൈസൻസിങ്ങിനും ആവശ്യമുള്ള വാക്സിനേഷൻ ആൻറ്റി റാബീസ് വാക്സിനേഷനാണ്. ആനിമൽസ് ആയിട്ട് റെഗുലർ കോൺടാക്റ്റിൽ വരുന്ന ആൾക്കാർ, വെറ്റ്സ്, ബ്രീഡേഴ്സ്, പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ്, ഇനി വെറ്റിനറി അസിസ്റ്റൻസ്, പിന്നെ വീട്ടിൽ നായ ഉള്ളവരാണെങ്കിൽ തന്നെ പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ട് നായകടി ഏൽക്കുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന വാക്സിനേഷൻ ഉണ്ട്. സോ അത് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓൾസോ WHO സജസ്റ്റ് ചെയ്യണത് റാബീസ് പ്രോൺ ആയിട്ടുള്ള ഒരു കൺട്രി, ഏഷ്യൻ കൺട്രീസ്, മെയിൻലി ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആൻറ്റി റാബീസ് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എടുക്കണമെന്നാണ്. ഇനി നിങ്ങളുടെ മനസ്സിലും ഇതുപോലത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.